സൂര്യകാന്തി പൂക്കളുടെ നടുവിലൂടെ ആണ് ഇനിയുള്ള യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഊരിച്ചാമിയുടെ അടുക്കാണ്. ഏറ്റവും ജല്ലിക്കെട്ട് കഴിഞ്ഞ് കുതിച്ച് വരാന്ന് പറയില്ലേ, അത്രയും കുതിപ്പോടുകൂടിയാണ് ഇവിടെ ആളുകൾ വരുന്നത്. മധുരയിൽ 3 സ്ഥലത്താണ് ജല്ലിക്കെട്ട് നടക്കുന്നത്. ഒന്ന് ആവണിപുരം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഒരു വികസനവും എത്താത്ത ഒരു ഗ്രാമം. ആ കാഴ്ചകളിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. രണ്ടാമത് പാലമേട്. ആ കാഴ്ചകളിലാണ്. അവിടെയാണ് ഏറ്റവും അധികം ഇത്തവണ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജല്ലിക്കെട്ട്. മൂന്നാമത് അളകനല്ലൂർ ജല്ലിക്കെട്ട്. ഫേമസ് ആയതും അധികം മരണസാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ജല്ലിക്കെട്ടാണ് അവിടെ നടക്കുന്നത്. ഗ്രാമത്തിന് ഒരു വൃത്തിയും വെടുപ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ 2 ജല്ലിക്കെട്ട് കാഴ്ചകളിലേക്കായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തീർത്തും ഗോ കാർഷിക ഗ്രാമമാണ് ഇതെല്ലാം. ഓരോ വീട്ടിലും 5ഉം 10ഉം 20ഉം 30ഉം 50ഉം പശുക്കൾ ഉണ്ടാകും. അവരുടെ വരുമാന മാർഗം തന്നെ ആ പശുക്കളാണ്. ജല്ലിക്കെട്ടിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൊങ്കൽ കഴിഞ്ഞാൽ ആ പശുക്കളെ വെച്ചുള്ള ഒരു ഉത്സവം, അതാണ് ജല്ലിക്കെട്ട്. ഒരാളെ കുത്തി മുറിവേൽപ്പിച്ചാൽ, ഒരാളെ കൊന്നാൽ ആ പശു അവിടെ ദൈവമാവും. ഒരാൾ മരിച്ചാൽ അത് ആ നാടിന്റെ വേദനയാവും. ആ പശുവിനെ പിടിച്ചടക്കുന്നവർ ആ നാടിന്റെ നായകരാവും. അത് അതിന്റെ പേരാണ് ജല്ലിക്കെട്ട് മഹോത്സവം. அண்ணாதுரைமாறு வருகின்ற அண்ணாதுரைமாறு வெள்ளைக்கார சிறப்பாக ஒரு வீடு கட்டுப்பாடுவா, ஒரு வீடு வெள்ளைக்கார கட்டுப்பாடு கெட்டா நிற்கிது. மாடு வெட்டி வந்துச்சு பண்ணிடுவா மாடு சூப்பர் கட்டுப்பா பரிசு வாங்குறோம். എത്ര പേരെ കാള നിലത്ത് വീഴ്ത്തുന്നു, എറിഞ്ഞുടയ്ക്കുന്നു. ആ കാള അവിടുത്തെ രാജാവാണ്. மாடு
ஒரு
ഏകദേശം 3 കിലോമീറ്റർ അകലെ നടക്കുന്ന ജല്ലിക്കെട്ടിൽ നിന്നും വെളറി പിടിച്ച് ഈ കാള ഇവിടം വരെ ഓടിയെത്തി. വരുന്ന വഴിക്ക് എൻ്റെ മുന്നിൽ വെച്ച് ഈ കാള 2 പേരെ കുത്തിമറിച്ചിടുകയും ചെയ്തു. ഈ കാളയെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് അതിൻ്റെ ഉടമസ്ഥ. ഇനി ജല്ലിക്കെട്ടിന്റെ കുറച്ച് അകം കാഴ്ചകൾ കാണാം. ഇത് ജല്ലിക്കെട്ട് നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ പുറംഭാഗം. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നീളത്തിൽ ഈ കാളകൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഒത്തിരി കാളകളാണ് ഈ ക്യൂവിലൂടെ ഒഴുകി മൈതാനം വഴി പുറത്തേക്ക് എത്തുക. ഇത് ഇവരുടെ ഊരുസ്വാമി. പുലർച്ചെ എന്തൊക്കെയോ കർമ്മങ്ങൾക്ക് ശേഷമാണ് ഈ കാളകളെ മൈതാനത്തിലേക്ക് അഴിച്ചുവിടുന്നത്. ഇപ്പുറത്തെ സൈഡിൽ യോദ്ധാക്കളുടെ ഒരു നീണ്ട ക്യൂ കൂടി കണ്ടു. ഇത് കാളകളെ പിടിച്ചടക്കുവാൻ കീഴ്പ്പെടുത്തുവാനുള്ള യുവാക്കളുടെ ക്യൂ ആണ്. കാളകളെ പിടിച്ചടക്കുവാനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പിന്നെ പഞ്ചായത്തിന്റെ അനുമതി പത്രവും ഫുൾ രേഖകളും ആവശ്യമാണ്. ഇതാണ് കാള പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമായിട്ട് വരുന്നത്. ശക്തമായ ഈ ബാരിക്കേഡിനുള്ളിൽ കൂടിയാണ് കാളേനെ പുറത്തേക്ക് വിടുന്നത്. ഇത് ജല്ലിക്കെട്ട് മൈതാനത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള റോഡിലേക്ക് കയറുന്ന വഴിയാണ്. ഇവിടെയാണ് എല്ലാ കാളകളും റോഡിലേക്ക് വന്ന് കയറുന്നതും അവരുടെ യജമാനന്മാർ ഈ കാളകളെ പിടിച്ചു കെട്ടുന്നതും. ഈ ഭാഗമാണ് ഏറ്റവും അപകടം കൂടിയ ഭാഗം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി കാളകളാണ് ഇവിടെ വന്ന് കയറുന്നത്. തന്റെ യജമാനൻ തങ്ങളെ മറ്റൊരാൾക്ക് ആക്രമിക്കാൻ വിട്ടുകൊടുത്ത ആ പകപ്പിൽ നിന്നും ആ പ്രാന്തിൽ നിന്നും കാളകൾ ഓടിയെത്തുന്ന ഈ ഭാഗം വളരെ അപകടം പിടിച്ച മേഖല തന്നെയാണ്. ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം ഏകദേശം 65 കോടി രൂപ ചെലവ് കഴിച്ച് ഒരു മഹാ സ്റ്റേഡിയം ജല്ലിക്കെട്ടിനായി മധുരയിൽ ഒരുങ്ങുകയാണ്. ഏകദേശം 5000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ സ്റ്റേഡിയത്തിൽ അടുത്ത വർഷം തൊട്ട് ജല്ലിക്കെട്ട് ആരംഭിക്കുകയാണ്. തികച്ചും ഗ്രാമീണതയിൽ നടക്കുന്ന ജല്ലിക്കെട്ട് മഹോത്സവം ആ സ്റ്റേഡിയത്തിലേക്ക് വരുമോ, അതോ ഈ ഉത്സവങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ ഉത്സവമാണോ അവിടെ തുടങ്ങാൻ പോകുന്നതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഗ്രാമീണ ഉത്സവമായ ജല്ലിക്കെട്ടിനെ ടൂറിസം ഉത്സവമായി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ.